Hi everyone, welcome to OIT369. This is Amsha. I hope you're all doing very well. റീഡിംഗ് മൊഡ്യൂൾ എന്നും ടഫാണ്. അതിനകത്ത് ഏറ്റവും ടഫ് എന്ന് ചോദിച്ചാൽ 99% ആൾക്കാരും പറയും പാർട്ട് സി. നമുക്കിന്ന് പാർട്ട് സീനെ കുറിച്ച് ക്വിക്കായിട്ട് ഒന്ന് നോക്കാം. എങ്ങനെയെങ്കിലും നമുക്ക് ഇതിൻ്റെ സ്കോർ കൂട്ടാൻ പറ്റും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റും. കുറച്ച് ട്രിക്സും കുറച്ച് ടെക്നിക്സും ടിപ്സും ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞിരുന്നാൽ എനിക്ക് ഡെഫിനറ്റ്ലി അതെങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിലൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു പാർട്ട് സിയിൽ ഒരു കാര്യമാണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എൻ ഒപ്പീനിയൻ ഫ്രം എ ഹോൾ പാസേജിൻ്റെ ഒരു ടെക്സ്റ്റ് അല്ലൊരു പാരഗ്രാഫിൽ. അപ്പോൾ ഈ ഒപ്പീനിയൻ കണ്ടുപിടിക്കാൻ നമുക്ക് 3 മാർഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഓരോ മാർഗങ്ങളായിട്ട് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് കോമൺ ആയിട്ടുള്ള ഒപ്പീനിയൻ സിഗ്നലിംഗ് വേർഡ്സ് സെർച്ച് ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് കോമൺ ഒപ്പീനിയൻ സിഗ്നലിംഗ് വേർഡ്സ്. എന്തൊക്കെയാണ് കോമൺ ഒപ്പീനിയൻ സിഗ്നലിംഗ് വേർഡ്സ്? നമ്മൾ സാധാരണ പറയാറില്ലേ, ഇൻ മൈ ഒപ്പീനിയൻ, ബിലീവ്, ഐ ബിലീവ്, ഐ തിങ്ക്, ഇതൊക്കെയാണ് കോമൺ ഒപ്പീനിയൻ സിഗ്നലിംഗ് വേർഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം തന്നെ ആ ടെക്സ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വൺ ഗ്രൂപ്പ് ഓഫ് മെഡിക്സ് തിങ്ക് ദാറ്റ് ദ ഫുഡ് പോസസ് നോ ഹെൽത്ത് പ്രോബ്ലംസ്. സി തിങ്ക് ദാറ്റ്, അവരുടെ തിങ്കിങ് അവിടെ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് മെത്തേഡ് ആൻഡ് ഈസി മെത്തേഡ് ടു ഡിറ്റക്ട് ആൻ ഒപ്പീനിയൻ. എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? നമുക്ക് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് തരുമ്പോൾ എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ. ഓക്കെ, ഇവിടെ നമ്മൾ യു ആർ നോട്ട് ലുക്കിംഗ് ഫോർ എ കോമൺ വേർഡ്, യു ലുക്കിംഗ് ഫോർ എ ഹെഡിങ് അല്ലെങ്കിൽ ഒരു വെയ്ഗ് ലാംഗ്വേജ് എന്ന് നമുക്ക് വിളിക്കാം. അതായത് ഒന്നും കൂടെ ഒന്ന് അൺസർട്ടനിറ്റി കൊടുത്ത് പറയുന്ന ഒപ്പീനിയൻസ്. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ, ഞാൻ ഇന്നും വന്നേക്കാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വരുമായിരിക്കും, മിക്കവാറും വരുമായിരിക്കും. അപ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി വന്നു, ഒരു പ്രോബബിലിറ്റി വന്നു. അങ്ങനെ ഒരു ഒപ്പീനിയനേറ്റഡ് വേർഡ്സ് എങ്ങനെയാണ്? ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. Restricting your diet is probably easier than people think. കണ്ടോ, restricting your diet is probably easier. Probably എന്നുള്ള വേർഡ് നോക്കുക. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഒപ്പീനിയൻ ഉണ്ട് അല്ലേ? പക്ഷെ അതൊരു അൺസർട്ടനിറ്റി ആയിട്ടുള്ള ഒപ്പീനിയൻ ആണ്. അപ്പോൾ ആ ഒപ്പീനിയൻ്റെ സ്വഭാവം മതി, നേരിട്ടുള്ള തിങ്കിങ് അല്ല, ജസ്റ്റ് ഒരു അൺസർട്ടനിറ്റി ആവുക. പീപ്പിൾ ക്യാൻ സ്റ്റാർട്ട് ബൈ ചൂസിങ് ഹെൽത്തി ഓപ്ഷൻസ് റാദർ ദാൻ സ്കിപ്പിങ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോബബ്ലി ഈസിയർ എന്നുള്ള ഒരു ടേം വെക്കുമ്പോൾ നമുക്കറിയാം റൈറ്റർക്ക് അത് ഉറപ്പില്ല ആയിരിക്കും എന്നത് റൈറ്ററിൻ്റെ അസംഷനാണ് നമ്മളവിടെ പറയുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഒരു ഒപ്പീനിയൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് റൈറ്റർ ഒപ്പീനിയൻ തരുമ്പോൾ എന്ത് ചെയ്യണം? അതാണ് നമ്മുടെ തേർഡ് മെത്തേഡ്. ദാറ്റ് ഈസ് ലുക്കിംഗ് ഫോർ ജഡ്ജ്മെൻറ്റ് വേർഡ്സ്. ജഡ്ജ്മെൻറ്റ് വേർഡ്സ് എന്നാൽ എന്താണ്? അതായത് ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള വേർഡ്സ്. ഇപ്പോൾ നമുക്ക് പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, this is an interesting idea, fueled by examples by parasites controlling the behavior of host. This is an interesting idea. See, look at the word interesting. അപ്പോൾ റൈറ്റർ അതിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് റൈറ്റർ കാണുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് ഓപ്ഷനിൽ ചിലപ്പോൾ തന്നിരിക്കുന്ന വേർഡ്സ് എക്സാം സിറ്റുവേഷനിൽ ഇപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ചിലപ്പോൾ നമുക്ക് തരുന്നത് കമ്പലിങ് ഐഡിയ എന്നോ ക്യാപ്റ്റിവേറ്റിംഗ് ഐഡിയ എന്നോ ബോറിങ് ഐഡിയ എന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം ഓപ്ഷനെയും ടെക്സ്റ്റിനെയും. സോ ഇൻട്രസ്റ്റിംഗ് എന്നുള്ള മീനിങ് ഉള്ള വേർഡോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് എന്നുള്ള വേർഡോ വന്നാൽ മാത്രമേ നമുക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഐ തിങ്ക് ഒപ്പീനിയൻ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട് ഈ 3 മെത്തേഡ്സ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വുഡ് ബി യൂസ്ഫുൾ ടു ഓൾ ഓഫ് യു. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പാർട്സ് ടെക്സ്റ്റിൽ ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ ഒന്ന് അല്ലെങ്കിൽ 2 സ്കോറെങ്കിലും കൂട്ടാൻ സാധിക്കും. ആൻഡ് ദാറ്റ് മൈ ടേൺ യുവർ ലൈഫ് അറൗണ്ട്. സോ stay tuned for more videos with 369. Keep on watching OIT369. Thank you.